ഒരു മോൻ അവനിപ്പം LLB എൻട്രൻസ് എഴുതിയിരിക്കുന്നു. വളരെ സന്തോഷം. ഈ ദിവസത്തെ പ്രത്യേകിച്ച് എൻ്റെ മാരത്തിൻ്റെ ഒരു തുടക്കം ഇട്ട് എൻ്റെ മാരത്തിനെ എന്ത് പറയണെന്ന് അറിയത്തില്ല. ആദ്യമായിട്ടാണ് മൈക്കിന് മുമ്പിൽ കൈ കയറുമെന്ന് പറയുന്നു. എനിക്ക് ഒരു ഷോപ്പുണ്ട്, മൊബൈൽ ചാർജിങ് ആണ്. വൈഫ് അവിടെ ഇരിക്കും, ഞാൻ ഇങ്ങനെ ചുറ്റി കളിയാണ്. മക്കള് ഉണ്ട്, ഒരാൾ +1 പഠിക്കും, പെൺകുട്ടികളാണ്. ഒരാള് പിന്നെ വേറെ ഒന്നും പറയാനില്ല. Abraham married? അതാണ് ഞാനിവിടെ വന്നപ്പോ ഈ ക്ലാസ്സിൽ കണ്ണാടി വെച്ച ഒരൊറ്റ വ്യക്തി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വെള്ളെടുത്ത് കണ്ണാടി യൂറി സാറിന് കയറി വന്നപ്പോ 7ാം ക്ലാസ്സിലാണ് ഞാൻ ഈ സ്കൂളിൽ ആദ്യമായിട്ട്. ഞാൻ സുരേഷ്, ജോജി മോന്, ഷിബു വർഗീസ് അച്ചായൻ. അപ്പൊ ഞങ്ങൾ ആദ്യത്തെ ക്ലാസ് ടീച്ചർ അവിടെ ഞങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നുണ്ട്. ഓക്കെ, സോ സ്കൂൾ കഴിഞ്ഞു. ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി മർത്തമാരി പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പ്രിന്റിംഗ് ടെക്നോളജി എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞിട്ട് I did not want to be on the technical side, so I wanted to move into the creative side. Technical side So ഞാനൊരു advertising agency ആയിരുന്നു. So almost in being in the advertising agency ഞാൻ ബാംഗ്ലൂരിലും ചെന്നൈയിലും ദുബായിലും സൗദി അറേബ്യയിലും ഒക്കെ ജോലി ചെയ്തു. almost 18 years ഞാൻ ദുബായിലായിരുന്നു. this January ആണ് ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ എത്തിയത്. Settled in Bangalore. Wife is Susan. She works for an IT company. Wife is Susan. ചെവിക്കായ. രണ്ട് മക്കളാണ്. എൻ്റെ മോൻ്റെ പേര് അഹറോന്, മോള് സോഷന്ന. ഓ, ഞാൻ മലയാളികളാണ് സാറേ, അതുകൊണ്ട് ഈ അഹറോണെന്നൊക്കെ ഇട്ടിരിക്കുന്നത്. പണ്ട് ക്ലാസ്സിൽ പറയുന്ന പോലെ മൈ ഫാദർ ഇസ് എ ഫാദർ. ഓക്കെ, ഫാദറും മദറും ആരോഗ്യമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ വെളുപ്പിനെ എന്നെ വിളിച്ചു. I have a sister. She's a doctor. She's in Bangalore. Yes. എല്ലാവരും പറഞ്ഞതുപോലെ ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. ഇവരാരും നിങ്ങൾ ആരും പറയുന്നത് പോലെ ഞാനിതിന് മുൻകൈ എടുക്കുക. എല്ലാവരും ഒരുപോലെ ഇതിനുവേണ്ടി സഹകരിച്ചു. എല്ലാവരും ഫുട്ബോൾ കളിച്ചു. ഞാനവിടെ നിന്ന് എന്റെ കാലഘട്ടത്തിൽ ഗോൾ കളിച്ചു. എവറിബഡി വാസ് ഈക്വലി. അല്ലെങ്കിൽ താല്പര്യമെടുത്ത് ബിനു ഫിലിപ്പ്, ഷാജി ഇവർക്ക് ഇത്രയും ദൂരം കടന്നു വരത്തില്ല. Other people also have come.
സഞ്ജീവ് പണിക്കർ Hello. Yes, Sanjeev, you were on speaker. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. നീ പറയുന്നത് ഇപ്പം ഞാൻ മൈക്കിൽ കൂടെ ക്ലാസ്സിൽ ഇരിക്കുന്ന 30 പേരെയും ഗീവർഗി സാർ കേൾക്കുന്നുണ്ട്. ഗീവർ സാർ ഇപ്പൊ ഉണ്ട്. സാറിന്റെ കൈ സ്ഥിരം ഒരു ചൂരവടി ഉള്ളതാണ്. ഞാനിന്ന് വിചാരിച്ചാണ് സാറിന് ഒരു ചൂരവടി ഗിഫ്റ്റ് കൊടുക്കണം. പറഞ്ഞോ. അല്ല, ഗിവറി സാർ മാത്രമേ സാറിന് ഈ താല്പര്യം കൊണ്ട് നേരത്തെ വന്നതാണ്. The others are just coming. സാർ കേൾക്കുന്നു, ചിരിക്കുന്നുണ്ട്. ഊറി ചിരിക്കുന്നു സാർ. ഓക്കെ, നീ വരും എന്ന് 100% ഉറപ്പുണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഞാൻ വരാതിരുന്നത് വളരെ സങ്കടം. പൊതുവായിട്ട് യെസ് പ്ലാൻ ചെയ്തതുപോലെ രാവിലെ പ്രാർത്ഥനാകാലം ഉണ്ടായിരുന്നു, പ്ലെഡ്ജ് ഉണ്ടായിരുന്നു, അറ്റൻഡൻസ് എടുത്തു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടന്നു. ഓരോരുത്തർ ഇങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുന്നു. സ്ഥിരമായിട്ട് ക്ലാസ് മോണിറ്റർ ഉണ്ട്, അറ്റൻഡൻസ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സംസാരിക്കുന്നവരുടെ പേരെഴുതി സാറിനെ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. Please ask Arundas and others to call so that they can also be part of this. Annual പറയാം. Okay? All right. Okay, that's fine. ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു എക്സ്ട്രാ ബോണസ് തരാം. Okay, all right. Okay, thank you. Okay, so I think I covered my bit. So I was just being instrumental in doing this. ഇത് ഭംഗിയായിട്ട് നടന്ന് രാവിലെ ഞാൻ ഇന്ന് രാത്രിയിൽ മത്തായുടെ വീട്ടിലായിരുന്നു. മത്തായി രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് പറയായിരുന്നു. സെയിം തിങ് വാസ് ഗോയിങ് ഓൺ ഇൻ മൈ മൈൻഡ്. രാവിലെ ആരാണ്ട് ഇവിടെ പറയുകയും ചെയ്തു. രാത്രി കിടന്ന് സ്വപ്നം കാണുകയായിരുന്നു. ഈ മുറ്റത്ത് ഇങ്ങനെ വലിയൊരു സ്റ്റേജ് ഇട്ട് എല്ലാവരും ഞാൻ ഓർക്കുന്ന ആരോടൊക്കെ ഈ ഗേൾസ് ഒക്കെ ഇങ്ങനെ പാവാടയും ഇട്ട് പിന്നെ വിൻസെന്റ് ഇങ്ങനെ കുറെ പുസ്തകങ്ങളെല്ലാം ചേർത്ത് ചുറ്റുപാത്രം വെച്ച് റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് അങ്ങനെയുള്ള ഒരു ഓർമ്മകളല്ലായിരുന്നു അവിടെ. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഞാൻ രാത്രി ശരിക്കും ഉറങ്ങി പോലും ഇല്ല. അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു ഇത് കാണാനും. ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ വെരി വെരി ലോങ് ടൈം. ആൻഡ് ഇന്ന് ഫൈനലി ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇന്ന് ആ ദിവസം എത്തിയെന്ന് വളരെ സന്തോഷം. I think I should move on to the next person, George. എന്റെ പേര് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പ്രീഡിഗ്രി പഠിച്ചത് ബിഷമൂറിലാണ്. അതിനുശേഷം ഡിഗ്രി MSN കോളേജ്. അതിനുശേഷം ഞാൻ മദ്രാസിൽ നിന്ന് ഡിഫൻസ് സർവീസിൽ കയറി 5 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞത് വിട്ടു. ഇപ്പൊ ഞാനൊരു
റഷ്യ നടക്കുന്നു. എനിക്ക് ഒരു മകൾ, പേര് സാറ. എൻ്റെ ഭാര്യയുടെ പേര് ലിൻസി. ഞാൻ വളഞ്ഞ നടക്കാവിൽ താമസിക്കുന്നു. അപ്പൻ 6 മാസമായി മരിച്ചിട്ട്. അമ്മയുണ്ട്. രണ്ട് ജ്യേഷ്ഠന്മാർ ഇവിടെ പഠിച്ചതാണ്. ജിജിയുടെ പേരാണ്. ജിജി ഇവിടെ ബിസിനസ് ചെയ്യുന്നു. മനോഹരമായി സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. 100-200 ദിവസവും ഒരു സിനിമയാണ്. പക്ഷേ ഈ ഒരുമിക്കൽ അതിനേക്കാളൊക്കെ സൂപ്പർ ഹിറ്റാണ്. എല്ലാ കൺഗ്രാജുലേഷനും ശുഭകാമനയും. പറഞ്ഞാൽ കറക്റ്റുള്ള കാരണം ഞാനും ഫിലിപ്പ് എപ്പോഴും ഷെയർ ചെയ്യാം. ഒരു ടൈമിൽ ഞാനായിരിക്കും ഫസ്റ്റ് മോണിറ്റർ, അടുത്ത ടൈമിൽ ഫിലിപ്പ് ആയിരിക്കും ഫസ്റ്റ് മോണിറ്റർ. ആൻഡ് വൺ തിങ് ഐ cannot forget Philip is that he was such a gentleman. We never wanted to like ഒരു വാശിയില്ലായിരുന്നു ഞങ്ങൾ ഒരിക്കലും. ഓക്കെ, ഫസ്റ്റ് വൺ ട്രൈ, സെക്കൻഡ് വൺ ട്രൈ, ഒന്നും അല്ലെങ്കിൽ കുഴപ്പമില്ല. അതായിരുന്നു ഫിലിപ്പിൻ്റെ ആരോഗ്യം. എപ്പോഴും അങ്ങനെയായിരുന്നു. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും ഇതും ഒരിക്കലും. He was such a gentleman and I always tried to be the same way with him and I hope that I did the same way. So that's one thing about. So we always shared and I really miss him. So എന്നെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ബിഷപ്പ് കോളേജിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഇവിടെ ട്രിവാൻഡ്രത്ത് കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ അവിടെ സെൻറ്റ് ജോൺസിൽ ജോയിൻ ചെയ്തു. അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എനിക്ക് 6 മാസം വർക്ക് ജൂനിയർ റെസിഡൻറ്റ്. അപ്പോഴത്തേനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടുന്ന് അവിടെ തന്നെ ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതി. ഐ വെന്റ് ടു അഹമ്മദാബാദ്, ഡിഡ് മൈ MD in radio diagnosis. അവിടുന്ന് I think I'm telling you guys, but no. So അവിടെ വെച്ച് ഞാൻ DNB കംപ്ലീറ്റ് ചെയ്തു. അപ്പം എനിക്കൊരു കല്യാണാലോചന വന്നു. PhD മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു, കോയമ്പത്തൂർ. ഞാൻ അവിടെ തന്നെ കല്യാണം കഴിഞ്ഞു. സോ ഫൈനൽ ഇയർ MBBS പഠിക്കുന്ന സിബിൾ എന്ന കുട്ടിയാണ് കല്യാണം കഴിച്ചത്. സോ ഞാൻ പെൺകുട്ടി അവിടെ പഠിക്കുന്നത്. ഞാൻ അവിടെ തന്നെ പോയി ജോയിൻ ചെയ്തു ഹോസ്പിറ്റലിൽ. അവിടെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഞാൻ ജോലി ചെയ്തു. 1 വർഷം അവിടെ പഠിച്ചു. എന്നിട്ടാണ് ഞാൻ USMLE എല്ലാം പാസ്സായിരുന്നു. സോ ഐ വെന്റ് ടു US 97. ജോലി 1 വർഷം അവിടെ റിസർച്ച് ഫെലോഷിപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ തന്നെ സെയിം ഹോസ്പിറ്റലിൽ റെസിഡൻസി കയറി. ഞാൻ റേഡിയോളജി തന്നെ 2003 കംപ്ലീറ്റ് ചെയ്തു. 2003 പിന്നെ ഐ സ്പെഷ്യലൈസ് ഇൻ MRI ആൻഡ് മസ്കുലർ സ്പെഷ്യലൈസ് ചെയ്തു. സോ 2004 ശരിക്കും ജോലി ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ 15 വർഷമായിട്ട് സെയിം ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഐ വർക്ക് ഫോർ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഒരു ഹോസ്പിറ്റൽ, പെരിഫറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. I'm a specialist in musculoskeletal radiology and mammography and breast MRI. And I do all interventions like biopsies and everything. I really love my work. And so that's about me. Family, Sybil, she completed medicine. She did master's in first child administrator. I work here. She doesn't have time. She's a very good dancer. She was Asianet in the US weekly roundup. She used to be the Avalari and she was in Asian roundup. She was one of the anchors for Asianet. And she has her own, and she has a lot of other things. Like though she's a doctor, she has her own dance school. She teaches Bharatanatyam and cinematic dance. അങ്ങനെ പിള്ളേർ സ്വന്തം ഡാൻസ് സ്കൂളുണ്ട്. മക്കൾ 3 പിള്ളേർ. മൂത്ത മോള് ക്രിസ്റ്റീൻ 14 വയസ്സ്. എനിക്കില്ലാത്ത പല ഡാൻസ് ഉണ്ട് പിള്ളേർക്ക് കിട്ടിയ സന്തോഷമുണ്ട്. സോ ഷീ ഈസ് എ വെരി ഗുഡ് സിംഗർ.
ഷീ സിംഗ്സ് മലയാളം നന്നായിട്ട് മലയാളം ഹിന്ദി തമിഴ് എല്ലാം പാട്ട് നന്നായിട്ട് പാടും. ഷീ ഒരു CD ഇറക്കിയിട്ടുണ്ട്. സോ മക്കൾ ബോയ്സ് 2 പേര് അവർ നന്നായിട്ട് പാട്ട് പാടും. പഠിത്തത്തിൽ കുഴപ്പമില്ല. ഓക്കെ. സോ അങ്ങനെ ഇരിക്കുന്ന ഫാമിലി പേരൻസ് പപ്പായും മമ്മിയും ഇവിടെ ഉണ്ട്, മാവേലിക്കലുണ്ട്. മമ്മിയും ഇപ്പോൾ വരും. 10 minutes she'll be here. പപ്പായും സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് 2 ബ്രദേഴ്സാണ്. ഒരു ബ്രദർ ഇംഗ്ലണ്ടിലുണ്ട്, ആനസ്തീഷ്യോളജിസ്റ്റ് ആണ്. പുള്ളി അവിടെ സെറ്റിൽഡാണ്, പുള്ളി വൈഫും. എൻ്റെ ഇളയ ബ്രദർ ഹൈദരാബാദിലുണ്ട്, ഹീസ് എൻ എഞ്ചിനീയർ. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഇവിടെ എത്തിച്ചേരാൻ പറ്റില്ല. വളരെ സന്തോഷം എല്ലാവരെ കാണാൻ. ദിസ് ഇസ് an experience, very special. സോ വളരെ സന്തോഷമുണ്ട്. നമ്മൾ പക്ഷേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളത്, വി ആർ ഹിയർ ഫോർ എ കോസ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സോ വി ഓൾ നോ വാട്ട് വി ആർ ഹിയർ ഫോർ. സോ വി ഷുഡ് ഡു ഇറ്റ് because finally the others are going to remember us not for our degrees, not for what we are or what we achieved. Others are going to remember us only for what we did for others. So that's the whole cost of life is not for us, it's for somebody else. And nobody is going to remember us because he's got $1 million in the bank. Nobody is going to remember us because you did something in life. But then if you did something for somebody else, that's what people are going to remember us for. So it is like a legacy for us. ഈ ക്ലാസ് നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു എന്നുള്ള ഇമ്പോർട്ടൻറ്റ്. സോ വി ഷുഡ് ഡു സംതിങ് ഗ്രേറ്റ്. താങ്ക് യു. അരുൺദാസിനെ ഞാൻ മൈക്കിൽ ഇടുകയാണ്. സംസാരിച്ചോളൂ. പതുക്കെ പറയാം. സാറന്മാരോട് പറയാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. ഞങ്ങൾ ഇരിക്കാൻ പറഞ്ഞതേ ഇരിക്കത്തുള്ളൂ. ഓക്കെ, ഞങ്ങളെല്ലാവരും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തിയതായിരുന്നു. പറഞ്ഞോ. അറിയാം. വരാത്തതിലുള്ള സന്തോഷം രസമല്ല, വരാത്തതിലുള്ള സങ്കടം. സന്തോഷമുണ്ട്. ഓക്കെ ശരി. ഓക്കെ, ഓൾ റൈറ്റ്, താങ്ക് യു. ഞങ്ങൾ